ഒരു സദ്യ പോലും കഴിക്കാത്ത ഒരൊറ്റ മലയാളി ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ അറിയാത്ത ഒരു കാര്യമുണ്ട്. കേരളത്തിൽ ഒരൊറ്റ സദ്യ മാത്രമല്ല ഉള്ളത്. പല സ്ഥലങ്ങളിലും പല സദ്യകളാണ്. വിഭവങ്ങളിലും രുചികളിലും വിളമ്പുന്ന രീതികളിൽ വരെ വ്യത്യസ്തതകളുണ്ട്. So we're on a journey to explore different sadyas of Kerala. ആൻഡ് ആ യാത്ര നമ്മൾ തുടങ്ങുന്നത് കേരളത്തിൻ്റെ തലസ്ഥാനമായ എവർഗ്രീൻ സിറ്റി ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്ന തിരുവനന്തപുരത്ത് നിന്നാണ്. ഞാൻ ഈ പേര് പറയുമ്പോൾ ആദ്യം പറയുന്നത് അച്ഛൻ്റെ പേര് തന്നെയാണ്. അച്ഛൻ്റെ ഒരു പഴയുടെ മോൻ നമ്പൂതിരി എന്നാണ്. അച്ഛനായിട്ടാണ് ഒരു പ്രസ്ഥാനത്തിലേക്ക് വന്നത്. അച്ഛൻ ഈ ഒരു മേഖലയിലേക്ക് വന്നിട്ട് ഏതാണ്ട് 35 വർഷത്തിന് മുകളിലായിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 20-25 വർഷങ്ങളായിട്ട് സ്കൂൾ കലോത്സവങ്ങളിലും കായികമേളകളിലും ഒക്കെ ഞങ്ങളാണ് ഈ കണ്ട കുട്ടികൾക്കൊക്കെ ഭക്ഷണം വിളമ്പുന്നത്. അപ്പം അങ്ങനെ ഒരു പാചകത്തിൽ നിന്നപ്പോഴാണ് നമുക്കൊരു എന്തുകൊണ്ടാണ് കേരളത്തിലുടനീളം വെജിറ്റേറിയൻ ഹോട്ടലിൻ്റെ ഒരു ശൃംഖല പോലെ ആരംഭിച്ചാലോ എന്നുള്ള തോന്നൽ വന്നത്. അങ്ങനെ ആദ്യത്തെ റെസ്റ്റോറൻറ്റ് കോർണേറ്റ് തുടങ്ങി. പിന്നെയാണ് നമ്മൾ തിരുവനന്തപുരത്തേക്ക് വരുന്നത്. ഇല നിറയെ വിഭവങ്ങളുള്ളൊരു സദ്യ എന്ന് പറയുന്നാൽ അത് തിരുവനന്തപുരം സദ്യയാണ്. സാധാരണ സദ്യയിൽ ഉള്ള വിഭവങ്ങൾ 18-20 ആണെങ്കിൽ ഇവിടെ നമ്മൾ വിളമ്പുമ്പോൾ ഒരു 30-32 വിഭവങ്ങളെങ്കിലും മിനിമം ഉണ്ടാവാറുണ്ട്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. തിരുവനന്തപുരത്ത് തന്നെ ഓരോ സ്ഥലങ്ങളിലേക്ക് മാറുന്ന രുചിയിലും വ്യത്യാസങ്ങളുണ്ട്. കോമൺ ആയിട്ടുള്ളൊരു തിരുവനന്തപുരം സദ്യ പറയുകയാണെങ്കിൽ പ്രധാനപ്പെട്ട് പറയുകയാണെങ്കിൽ വടക്കറിയൊക്കെ ഇവിടെ മാത്രമുള്ളൂ. അതായത് കൂട്ടുകറിക്കകത്ത് വട അരിഞ്ഞ് ചേർത്തിട്ടുള്ള കറിയാണ് വടക്കറി എന്ന് പറയുക. ഈ വടക്കറിയൊക്കെ വിളമ്പുന്നത് മറ്റൊരു സ്ഥലങ്ങളിലും വടക്കറി വിളമ്പാറില്ല. കേരളത്തിലെ മറ്റു ഭാഗങ്ങളിൽ കൂട്ടുകറി കായയും ചേനയും മത്തങ്ങയും കൊണ്ടാണ് ഉണ്ടാക്കാറുള്ളത്. പക്ഷേ തിരുവനന്തപുരത്ത് കൂട്ടുകറി ഉരുളക്കിഴങ്ങും ചെറുള്ളിയും തേങ്ങാപ്പാലും കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ആൻഡ് ദെയർ ഈസ് എൻ ഇൻട്രസ്റ്റിംഗ് ട്വിസ്റ്റ്. ചെറിയ ഉഴുന്നുവടകൾ. വട കറിയിലെ ഗ്രേവി അബ്സോർബ് ചെയ്ത് ഗ്രേവി തിക്കാക്കുന്നു. വടയുടെ ടെക്സ്ചർ മാറുന്നു. അതുകൊണ്ട് തന്നെ പലരും വട കൂട്ടുകറിയെ ഒരു നോൺ വെജ് ടേസ്റ്റുള്ള വെജിറ്റേറിയൻ ഡിഷ് എന്നാണ് ഡിസ്ക്രൈബ് ചെയ്യാറുള്ളത്. പലയിടത്തിൻ്റെ റെസ്റ്റോറൻറ്റുകളിൽ കാണുമ്പോൾ പൈനാപ്പിളിൻ്റെ പച്ചടി എന്ന് പറഞ്ഞാൽ നമ്മുടെ മാത്രം റെസിപ്പിയാണ്. തിക്കായിട്ടുള്ള ജാമിൻ്റെ ഫോർമാറ്റിലാണ് നമ്മൾ പൈനാപ്പിൾ പച്ചടി വിളമ്പുക. അതിൽ പൈനാപ്പിൾ കൊത്തി അരിഞ്ഞിട്ട് മഞ്ഞപ്പൊടിയും മുളകുപൊടിയും ചേർത്തിട്ട് ഏത്തപ്പഴവും ചേർത്ത് നന്നായിട്ട് വരട്ടിയെടുത്ത് വെള്ളം ഒഴിച്ച് വരട്ടിയെടുക്കും. വെള്ളം ഒഴിച്ചെന്ന് വെച്ചാൽ ആ പൈനാപ്പിൾ നന്നായിട്ട് വേവുന്നത് വരെ വരട്ടിയെടുത്തിട്ട് അതിനകത്തേക്ക് തേങ്ങ ചിരകിയതും മുന്തിരിയും ചേർത്തിട്ടാണ് നമ്മൾ നട്ട്സും ചേർത്തിട്ടാണ് വിളമ്പുക. സ്വീറ്റ്സ് ഇത്രയധികം വേറെ വിളമ്പാറില്ല. അപ്പോൾ നമ്മൾ ഇവിടെ സദ്യക്കകത്ത് നമ്മൾ കേസരി വിളമ്പാറുണ്ട്, ഉണ്ണിയപ്പം വിളമ്പാറുണ്ട്, പരിപ്പോട് വിളമ്പാറുണ്ട്, ഉഴുന്നോട് വിളമ്പാറുണ്ട്. അപ്പോൾ ഇത്ര അധികം പലഹാരങ്ങൾ ഉൾപ്പെടുന്ന ഒരു സദ്യയാണ് നമ്മൾ തിരുവനന്തപുരത്ത് വിളമ്പുന്നത്. തിരുവനന്തപുരത്ത് വിളമ്പുമ്പം ഓർഡറിൽ വിളമ്പുന്ന ഒരു വലിയ കാര്യമാണ്. ഇപ്പം നമ്മൾ തൊടുകറികൾ ആദ്യം വിളമ്പി, ഇപ്പം നാരങ്ങ, മാങ്ങ, ഇഞ്ചിക്കറി, കിച്ചടി, പച്ചടി, ഓലൻ, തോരൻ, കൂട്ടുകറി, ഈ പറഞ്ഞ വടക്കറി, അവിയൽ, ചോറ് കഴിഞ്ഞാൽ പരിപ്പ് നെയ്യും സാമ്പാറും കഴിഞ്ഞാൽ പിന്നെ പായസങ്ങളാണ്. വള്ളുവനാടൻ ശൈലിയിലോ അല്ലെങ്കിൽ സാധാരണ മധ്യതിരാങ്കൂർ ശൈലിയിലോ, അതായത് ഈ നമ്മൾ കൊല്ലത്തുനിന്ന് അങ്ങോട്ട് പാലക്കാട് വരെയുള്ള ഏത് ഭാഗത്ത് വിളമ്പുമ്പോഴും പായസം ആദ്യം വിളമ്പാറില്ല. പക്ഷെ ഇവിടെ പായസം ആദ്യം വിളമ്പും. അങ്ങനെ രീതി ഇവിടെ മാത്രം കണ്ടുവരുന്ന ഒരു രീതിയാണ്. പായസം വിളമ്പുമ്പോൾ പ്രഥമൻ പായസങ്ങളാണ് ആദ്യം വരുന്നത്. പിന്നെ അരി പായസങ്ങളും പാൽ പായസങ്ങളും വിളമ്പുന്നു. പ്രഥമൻ പൊതുവെ തേങ്ങാപ്പാലും ശർക്കരയും ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്. അരിപ്പായസവും പാൽപ്പായസവും പശുവും പാലും പഞ്ചസാരയും ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന പായസങ്ങളാണ്. ട്രിവാൻഡ്രത്ത് അധികമായിട്ടുള്ള എരിവോ അധികമായിട്ടുള്ള മധുരമോ ഇവിടെ ഉണ്ടാവാറില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ പായസങ്ങൾ മിനിമം 3 പായസമെങ്കിലും ഏതൊരു സദ്യക്കകത്തും വിളമ്പണം. അത് തിരുവനന്തപുരത്ത് ഏത് കല്യാണ സദ്യ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏത് ഫംഗ്ഷൻ വിളമ്പുന്ന സദ്യ ആയിക്കോട്ടെ മിനിമം 3 അല്ലെങ്കിൽ 4 പായസങ്ങൾ വിളമ്പുന്ന ഒരു രീതിയാണ് തിരുവനന്തപുരത്തുള്ളത്. അപ്പം വിഭവങ്ങൾ എണ്ണത്തിൽ കൂടുതൽ വന്നു, പായസം എണ്ണത്തിൽ വ്യത്യാസം വന്നു. സ്വീറ്റ് ബോളി മസ്റ്റായിട്ടുള്ള വിഭവമാണ്. തിരുവനന്തപുരം സദ്യയിൽ മാത്രം കണ്ടുവരുന്ന ഒരു സ്വീറ്റ് ഡിഷാണ് ബോളി. മൈദമാവിൽ കടലപ്പരിപ്പും പഞ്ചസാരയും സ്പൈസസും കൊണ്ടുള്ള ഫില്ലിംഗ് നിറച്ചാണ് ബോളി ഉണ്ടാക്കുന്നത്.
തുളു ബ്രാഹ്മിൺസും ഉടുപ്പി പോറ്റി ഫാമിലീസുമാണ് ബോളി തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നതെന്ന് പറയപ്പെടുന്നു. അന്നത്തെ മറാത്ത ബ്രാഹ്മിൺ ദിവാൻസിന് ഈ വിഭവം ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് സദ്യയുടെയും ഭാഗമായി മാറി എന്ന് പറയപ്പെടുന്നു. സാമ്പാർ വിളമ്പി കഴിഞ്ഞ് പറഞ്ഞാൽ ആൾക്കാർ പായസം കൊണ്ടുവരും. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ എല്ലാം ആൾക്കാർ ഓർക്കും. പക്ഷെ പായസം ആദ്യം കഴിച്ചേ പറ്റുള്ളൂ. അല്ലാണ്ട് അതില്ലാണ്ട് എനിക്ക് ഇപ്പോൾ വേണ്ട പിന്നെ മതിയെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഈ പായസം വിളമ്പിയിട്ടാണ് പിന്നെ നമ്മൾ ചോറിനൊപ്പം രണ്ടാമത് പുളിശ്ശേരി മോരും രസം വിളമ്പുന്നത്. അതാണ് വലിയ പ്രത്യേകത. ഈ ഓർഡറിൻ്റെ പിന്നിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ലോജിക് ഉണ്ട്. ഹെവി ആയിട്ടുള്ള വിഭവങ്ങളാണ് ആദ്യം സെർവ് ചെയ്യുന്നത്. സദ്യ എൻഡ് ചെയ്യുന്നത് അസിഡിക്കായ ഡൈജഷന് ഹെൽപ്പ് ചെയ്യുമെന്ന് കരുതപ്പെടുന്ന വിഭവങ്ങൾ കൊണ്ടാണ്. അപ്പം വിളമ്പുന്ന വിഭവങ്ങളുടെ എണ്ണത്തിലുള്ള വ്യത്യാസമാണ്, അധികമായിട്ടുള്ള എണ്ണമാണ് മെയിനായിട്ടുള്ളൊരു പ്രത്യേകത. പിന്നെ അധികമായിട്ടുള്ള എരിവോ അധികമായിട്ടുള്ള പുളിയോ ഒന്നും ഒരു വിഭവങ്ങൾക്കും തിരുവനന്തപുരത്ത് ഉണ്ടാവാറില്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വള്ളുവനാടൻ ശൈലിയിൽ വിളമ്പുന്ന കട്ടിക്കാളൻ ഇവിടെ വിളമ്പാറില്ല. കട്ടിക്കാളൻ എന്ന് വെച്ചാൽ നല്ല പുളിയുള്ള കാളനാണ്. ഇവിടെ പുളിശ്ശേരിയാണ് വിളമ്പുക. അധികം പുളിയില്ലാത്ത പുളിശ്ശേരിയാണ് നമ്മൾ ട്രിവാൻഡ്രത്ത് വിളമ്പുക. അങ്ങനെ കുറേ വിഭവങ്ങൾക്ക് ചേഞ്ചസ് ഉണ്ട് കേട്ടോ. പറയുകയാണെങ്കിൽ ഓലനായിക്കോട്ടെ പുളിയിഞ്ചി ആയിക്കോട്ടെ, വിളമ്പുന്ന രീതിയിലും പ്രത്യേകതകളുണ്ട്, വയ്ക്കുന്ന രീതിയിലും പ്രത്യേകതകളുണ്ട്. സോ ഇത് നമ്മുടെ ഫസ്റ്റ് ടൈമാണ് ട്രിവാൻഡ്രം സദ്യ കഴിക്കുന്നത്. ആൻഡ് ഐ ഫൗണ്ട് ദ ഫ്ലേവേഴ്സ് നല്ല വ്യത്യാസം. ലൈക്ക് ദ ഫ്ലേവർ ഇറ്റ് സെൽഫ് ഇസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. ആദ്യത്തെ പരിപ്പും നെയ്യും ഭയങ്കര ഇഷ്ടമായി. പപ്പടത്തിൻ്റെ കൂടെ ദാറ്റ് വാസ് റിയലി ഗുഡ്. പിന്നെ പായസം വന്നപ്പോൾ എൻ്റെ വയറിന്നറിയുന്നു, പക്ഷെ ഇത്രയും അറിയുന്ന അറിഞ്ഞില്ല. വാട്ട് ഈസ് സർപ്രൈസിങ് ഇസ് യദു പറഞ്ഞ പോലെ ഫ്ലേവേഴ്സ് ഒക്കെ ഭയങ്കര ടേം ഫ്ലേവേഴ്സ് ആണ്. ഇപ്പോൾ പായസം കഴിക്കുമ്പോൾ 3 പായസം എന്നൊക്കെ വിചാരിച്ചപ്പോൾ ഐ വാസ് ലൈക്ക് നല്ല മധുരം ഉണ്ടാവും. പക്ഷേ ആക്ച്വലി ഇറ്റ് വാസ് വെരി മൈൽഡ്. പായസമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ചോറും പുളിശ്ശേരി, അത് കഴിഞ്ഞിട്ട് മോര്, പിന്നെ രസം. അപ്പോൾ അതൊക്കെ കുടിച്ചപ്പോൾ വയറൊന്ന് സെറ്റ് ആയി. ആദ്യം നമ്മൾ ആലോചിക്കുമ്പോൾ ഐ ആം യൂസ് ടു ഹാവിങ് പായസം എൻഡിൽ മാത്രം. ആൻഡ് അത് കഴിഞ്ഞിട്ട് ചോറ് കഴിക്കാൻ പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ ആൾക്കാർ ചെയ്യുന്നത്. പക്ഷെ കഴിച്ചു കഴിഞ്ഞപ്പോൾ മോരും രസമൊക്കെ കഴിക്കുമ്പോൾ ഭയങ്കര ഒരു നല്ല രസമായിരുന്നു. മറ്റേതില്ലേ, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ഒരു രസം, അത് നിർബന്ധമാണ്. അടുത്ത എപ്പിസോഡിൽ തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ എത്തുന്നത് തൃശ്ശൂരിലേക്കാണ്. അപ്പോൾ തൃശ്ശൂർ സദ്യയിൽ എന്താണ് സ്പെഷ്യൽ? അടുത്ത എപ്പിസോഡിൽ കാണാം.